ഈ കാണുന്നത് കോഴിക്കടയല്ല, എടപ്പള്ളിപ്പടിയുടെ കോഴിലേലം നടക്കുന്ന സ്റ്റാളാണ്. വർഗീസ് പുണ്യവാളന് നേർച്ച നേരുന്ന കോഴികള് ഭക്തര് ഇവിടെ ഏൽപ്പിക്കുന്നു. പെരുന്നാൾ നടക്കുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും ഈ കോഴികളെ ലേലം ചെയ്യുന്നു. നല്ല പൈസക്കാണ് ചെറിയ കോഴികളൊക്കെ ലേലം വിളിക്കുന്നത്. ചില പ്രായം ചെന്ന ചേട്ടന്മാരൊക്കെ ലേലത്തെ മത്സരം പോലെയാണ് കാണുന്നത്. ഒരു കരിങ്കോഴീനെ മേടിക്കാനായിട്ട് രണ്ടുപേര് തമ്മിൽ ഇവിടെ മത്സരിക്കുകയുണ്ടായി. 400, 500, 700, 800, 850, 900, 900 ഒരു തരം, 1000, 1050, 1050, 1050 ഒരു തരം, 1050, 1100, 1150, 1150, 1150, 1250, ഒരു തരം, 1250, 1300, 1350 രൂപ, 1350, 1350 രണ്ട് തരം. 500 രൂപയ്ക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കഴിയുന്ന കോഴി ഇവര് 1350 രൂപയ്ക്കാണ് വാങ്ങിയത്. ലേലം വിളിച്ചവർ തന്നെ പിന്നെയും കോഴികളെ ലേലം വിളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഒട്ടുമിക്ക കോഴികളും ലേലം വിളിച്ചു പോയത് 1000 രൂപയ്ക്ക് മുകളിലാണ്. മത്സരബുദ്ധി കാണിക്കാത്തവർക്ക് വില കുറച്ച് കോഴികളെ കിട്ടുന്നുണ്ട്. ഈ ലേലം വിളിച്ച കോഴികളെല്ലാം ഇവിടുത്തെ ഹൈവേക്ക് അപ്പുറത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ പള്ളിയുടെ മധ്യസ്ഥനായ ഗീവർഗീസ് പുണ്യാളിന് വേണ്ടിയിട്ട് അവിടെ വെച്ച് കോഴിയെ കറി വെച്ച് കഴിക്കുന്നു. വിശുദ്ധ ഗീവർഗീസ് ഒരു റോമൻ പടയാളിയായിരുന്നു. ഡയാക്ലിഷ് ചക്രവർത്തിയുടെ കീഴിൽ സൈനിക പുരോഹിതനായിരുന്നു. അദ്ദേഹം പാമ്പിന്റെ പോലുള്ള ഒരു വ്യാളിൽ നിന്ന് ഒരു സ്ത്രീയെ രക്ഷിക്കുന്നുണ്ട്. വീട്ടിലും പരിസര പ്രദേശത്തുള്ള പാമ്പ് ശല്യത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ആളുകള് ഈ പുണ്യാളിനെയാണ് ആശ്രയിക്കുന്നത്. ഗീവർഗീസ് പുണ്യാളിന് ഒരു കോഴിയെ നേർന്നാൽ പാമ്പ് ശല്യം മാറിക്കിട്ടും എന്നാണ് ഭക്തരുടെ ഇടയിലുള്ള വിശ്വാസം. ഇതിൽ ക്രിസ്ത്യാനികളും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്. ഇനി നമുക്ക് ഈ ഹൈവേ കടന്നിട്ട് കോഴിക്കറി വെക്കുന്ന ആ ഗ്രൗണ്ടിലേക്ക് പോകാം. ഹൈവേ മുറിച്ചടക്കുന്ന ഒരു ചടങ്ങാണ്. ഹെൽപ്പിനായിട്ട് പോലീസുകാർ ഇവിടെ ഉണ്ട്. സാധാരണ പള്ളി പെരുന്നാടുകളിൽ കാണുന്ന പോലുള്ള ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്. പോലീസ് ഇവിടെ ഒരു കപ്പേള ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിളക്കൊക്കെ നല്ല മനോഹരമായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. രാത്രിയിലെ ഇതിലെ കാഴ്ച നല്ല ഭംഗിയുള്ളതായിരുന്നു. ഈ കാണുന്നതാണ് ആ ഗ്രൗണ്ടിന്റെ എൻട്രൻസ്. ഒരുപാട് പേര് അടുപ്പ് പൂട്ടിയിട്ട് പാചകം ചെയ്യുന്നുണ്ട്. വിറകാണ് പാചകത്തിനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഗ്യാസ് കുറ്റി കൊണ്ടുവരാൻ പാടില്ലെന്ന് തോന്നുന്നു. വിറകിൽ തീ പിടിപ്പിക്കുന്ന ഒരു കാര്യം ഒരു കഷ്ടപ്പെട്ട സംഗതി തന്നെയാണ്. പണ്ട് ഇവിടെ ഇറച്ചിക്കോഴിനൊക്കെ ആൾക്കാരെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇപ്പൊ ഇറച്ചിക്കോഴി ഇല്ല, എല്ലാവരുടെ കയ്യിലും നാടൻ കോഴിയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സംഘത്തിലും ഒരു ആണെങ്കിലും ഉണ്ടാകും. സ്ത്രീകളുടേത് മാത്രം എന്ന് പറയാവുന്ന കൂട്ടായ്മ ഞാൻ കണ്ടില്ല. ഇവര് ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കും. ചിലരൊക്കെ ടൂറ് പോലെ ആട്ടോ ഇങ്ങോട്ട് വരുന്നത് തന്നെ. രാത്രിയിൽ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പുതിയ പള്ളിയുടെ അടുത്ത് തന്നെ പഴയ പള്ളിയുണ്ട്. ഈ പള്ളിയുടെ പഴക്കം വായിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 6-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. അതായത് 15 നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ പള്ളിക്ക്. പള്ളിയുടെ അകത്തേക്ക് കയറിയാൽ അതിന്റെ പ്രാചീനത നമുക്ക് മനസ്സിലാകും.
ഇത് പള്ളിയോട് ചേർന്നിട്ടുള്ള കിണറ്. മലയാറ്റൂർ പള്ളിയിലെ കിണറ് പോലെ തന്നെ ഇതും വിശുദ്ധ ജലമായിട്ടാണ് ആളുകൾ കാണുന്നത്. ഇവിടെ വരുന്നവര് പുതിയ പള്ളിയിലും പഴയ പള്ളിയിലും കയറുന്നത് പോലെ തന്നെ ഹൈവേയുടെ അരികിലായിട്ട് പള്ളിയുടെ മുമ്പില് ഒരു ചെറിയ കപ്പളയുണ്ട്. അവിടെയും കയറി പ്രാർത്ഥിച്ചിട്ട് പോകാറുള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്